ദൈവത്തിൻ്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ആഴ്ചയുടെ ഒന്നാം ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും ദൈവവചനവുമായി ദൈവസഭയുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തെയും കൃപയെയും പ്രാഗൽഭ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അഭിനിവേശം എന്ന ചലച്ചിത്രം നമ്മളെല്ലാവരും തന്നെ ഒരുപക്ഷെ കണ്ടിട്ടുള്ളവരാണ്. ആ സിനിമ ആരംഭിക്കുന്നത് ഗെത്സമനെ തോട്ടത്തിലുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയോടുകൂടെയാണ് ആ സിനിമ ആരംഭിക്കുന്നത്. തുടർന്ന് കർത്താവ് താൻ കടന്നു പോകുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞ് കാൽവറിയിലെ ക്രൂശിലെ മരണത്തോടു കൂടെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാഷൻ അല്ലെങ്കിൽ അഭിനിവേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പാപികളായിരുന്ന നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർക്കുക, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു കർത്താവിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഏറ്റവും വലിയ അഭിനിവേശമായിട്ട് ഇരുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ അഭിനിവേശം എന്താണ്? നമ്മുടെ പാഷൻ എന്താണ്? കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് നമ്മൾ സാധാരണ ഒരൊറ്റ മറുപടിയെ പറയാറുള്ളൂ: അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് തന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്തായിരിക്കുന്ന കാര്യങ്ങൾ, താൻ കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവനുമായി സമർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത്, തനിക്ക് ലാഭമായും താൻ ഛേദം എന്നെണ്ണിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. തനിക്ക് ലാഭമായിരുന്നൊക്കെയും താൻ ഛേദം എന്നെണ്ണി. അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 24 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, അവിടെ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ കടന്നു പോയതായിരിക്കുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ചില ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരാൽ 1 കുറയെ 40 അടി, മാത്രമല്ല കല്ലേറ്, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, അധ്വാനം, പ്രയാസം, ഉറക്കിളപ്പ്, പൈദാഹം, പട്ടിണി, ശീതം, നഗ്നത, ഇതെല്ലാം തൻ്റെ മിഷണറി യാത്രയിൽ താൻ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പൗലോസ് ആ വേദഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി തന്റെ സ്വന്തം ജീവിതത്തെ തന്നെ മാറ്റിവെച്ച ഒരു പൗലോസാണ് നമ്മുടെ മാതൃക. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ പാഷൻ? എന്താണ് നമ്മുടെ അഭിനിവേശം? എല്ലാവരുടെയും അഭിനിവേശം ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. അഭിനിവേശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ദൈവമക്കളായിരിക്കുന്ന നമ്മളിൽ പൊതുവെ കാണേണ്ട 2 അഭിനിവേശങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 2-6. വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി
ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശീർഷകം എന്നത് പ്രാർത്ഥിക്കുക, സാക്ഷികളാകുക എന്നതാണ്. പ്രേ ആൻഡ് ബി വിറ്റ്നസസ്. പ്രാർത്ഥിക്കുക, സാക്ഷികളാകുക. ഈ വേദഭാഗത്ത് നിന്ന് നാം ആഴമായിട്ട് ചിന്തിക്കുന്നതിന് മുൻപേ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളോടും വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മളോടും പൗലോസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ ചുരുക്കമായി ഈ ഭാഗം നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കൂടുതൽ സഹായകരമായി തീരും. അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലെ കേന്ദ്രവാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ 1-ാമത്തെ അധ്യായത്തിലെ 15-16 വാക്യങ്ങളാണ് എന്ന് നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സകലവും അവനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസുകളെ കുറിച്ചാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ആദ്യോടന്തം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു കഷ്ടാനുഭവങ്ങളിൽ സന്തോഷം കണ്ടെത്തണം. 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് നമ്മൾ ബലത്തോടെ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കണം എന്ന് നമ്മളവിടെ കാണുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പന നമ്മളവിടെ കാണുന്നു. 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മാനുഷിക ചട്ടങ്ങളെ മുറുകെ പിടിക്കാതിരിക്കുക എന്ന് നമ്മളവിടെ കാണുന്നു. തുടർന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്തിന്റെ അവയവങ്ങളെ മരിപ്പിക്കുക എന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പരിശീലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. തുടർന്ന് ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളും മക്കളും തമ്മിലായിരിക്കുന്ന ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് യജമാനന്മാരും ദാസന്മാരും തമ്മിലായിരിക്കുന്ന ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ആത്യന്തികമായിട്ടുള്ള എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. പൊതുവായ ചില പ്രമാണങ്ങൾ അല്ലെങ്കിൽ അഭിനിവേശങ്ങളെ കുറിച്ച് അവിടെ പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അഭിനിവേശങ്ങളാണ്. എങ്കിലും ഈ 2 കാര്യങ്ങൾ, പ്രാർത്ഥിക്കുക, സാക്ഷികളാകുക എന്നത് പൊതുവായിട്ടുള്ളതും ആത്യന്തികമായിരിക്കുന്ന അഭിനിവേശങ്ങളും ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം പൗലോസിന്റെ ജീവിതം നമ്മൾ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥനയിൽ അധികം ജാഗരിച്ചിരുന്നതായിട്ടും ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന ദൃഢമായ ഒരു തീരുമാനം ദൈവകൃപയാൽ തനിക്ക് ഉണ്ടായിരുന്നു എന്നതും നമ്മൾക്ക് അത് പൊതുവായ ഒരു അഭിനിവേശമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി കൊലോസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 3 പോയിന്റുകളാണ്, 3 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. 1-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: നാം തീവ്രമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം തീവ്രമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. തീവ്രമായി പ്രാർത്ഥിക്കണം. ആ തീവ്രത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചതിന് കാരണം പൗലോസ് പ്രാർത്ഥനയെ സംബന്ധിച്ച് 3 പ്രധാന വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്നതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ടിന്യൂ സ്റ്റെഡ്ഫാസ്റ്റ്ലി ഇൻ പ്രയർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന ആ വാക്കിന് നമ്മളൊരു ചെറിയ വിശദീകരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും: നാം വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെയുള്ള നമ്മുടെ വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെയുള്ള തുടർമാനമായ പ്രാർത്ഥന, അതാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഒരു തുടർമാനമായ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പൗലോസ് ആദ്യം പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറയുന്നത്. ഒരിക്കൽ ബില്ലി ഗ്രഹാം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ തന്നോട് ഇങ്ങനെ ചോദിച്ചു: താങ്കൾ ലോകത്തിൽ അനേകം
വേദികളിൽ ദൈവവചനം പ്രസംഗിക്കുന്നു. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം നടത്തിയ ഒരു വലിയ ദൈവദാസനാണ് അങ്ങന്ന്. ഇതെല്ലാം എങ്ങനെ സാധ്യമായി തീരുന്നു? ഇത്രയും വേദികളിൽ പ്രസംഗിക്കുവാനും അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാനും താങ്കൾക്ക് എങ്ങനെയാണ് സാധ്യമായി തീരുന്നത് എന്നതായിരുന്നു ആ ഇൻ്റർവ്യൂ ചെയ്തയാളുടെ ചോദ്യം. അതിന് ബില്ലി ഗ്രഹാം പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ അത് പ്രമാണങ്ങളായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് താൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന ആളുകൾക്കെല്ലാം വലിയ ആശ്ചര്യമായി. എന്താണ് ആ 3 പ്രമാണങ്ങൾ? അവർക്കും പാലിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നോർത്ത് അവർ വളരെ അത്ഭുതത്തോടു കൂടെ തന്നെ നോക്കി. താൻ പറഞ്ഞു, 1-ാമത്തെ പ്രമാണം പ്രാർത്ഥന, 2-ാമത്തെ പ്രമാണം പ്രാർത്ഥന, 3-ാമത്തെ പ്രമാണം പ്രാർത്ഥന. താൻ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ലോകത്തിലില്ല, താൻ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീർന്നുവെങ്കിൽ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ദൃഢമായ തീവ്രമായ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധ്യമായി തീർന്നത് എന്ന് താൻ പറഞ്ഞു. എന്നാൽ മറ്റു ചില ഇന്റർവ്യൂവിലൊക്കെ താൻ ഒരു കാര്യം കൂടെ അതിനോട് കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. താൻ ഇങ്ങനെ സുവിശേഷവുമായി ലോകത്തിൻ്റെ അറ്റത്തോളം പോകുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയും തനിക്കുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടുംബമായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ വളരെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തന്നെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട, വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ നമ്മുടെ പ്രാർത്ഥന യാചനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പൊതുവായി നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പ്രാർത്ഥനകളാണ്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പരിപാലിക്കണം, നമ്മുടെ മക്കളെ സഹായിക്കണം, മക്കളുടെ പഠനത്തിൽ കൂടെ ഇരിക്കണം, നമ്മുടെ ജോലിക്കാര്യങ്ങളെ സഹായിക്കണം, എല്ലാം നമ്മളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വാർത്ഥ പ്രാർത്ഥനകൾ മാത്രമായി തീരുന്നുണ്ടോ? എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ, പൗലോസിന്റെ പ്രാർത്ഥനകളിൽ അധികവും ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യമായും നിലനിൽക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തി മാത്രമാണ്. നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, എങ്കിലും അതെല്ലാം ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നിത്യമായും നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തി മാത്രമാണ്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ജോർജ് മുള്ളർ എന്ന ദൈവദാസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1800 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനായിരുന്നു ജോർജ് മുള്ളർ. താൻ 1844 നവംബർ മാസത്തിൽ താൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങി. അതായത്, കർത്താവേ, എൻ്റെ വ്യക്തിപരമായ സുവിശേഷീകരണ മുഖാന്തരം എനിക്ക് 5 പേരെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ടുള്ള സാധ്യതയും കൃപയും അങ്ങ് ഒരുക്കി തരണമെന്നായിരുന്നു തൻ്റെ പ്രാർത്ഥന. താൻ ആ പ്രാർത്ഥന ആരംഭിച്ചു. 5 പേരെ താൻ ചോദിച്ചോളൂ. തനിക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിൻ്റെ ആദ്യ കടമ്പ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് തൻ്റെ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം 18 മാസങ്ങൾക്ക് ശേഷമാണ്. 18 മാസങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാർത്ഥന തുടർന്നു. താൻ വളരെ സന്തോഷവാനായി. ഒരാൾ രക്ഷിക്കപ്പെട്ടു. തൻ്റെ പ്രാർത്ഥന അങ്ങനെ തുടരുകയാണ്. ആദ്യത്തെ ആൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് 2-ാമത്തെ ആൾ രക്ഷിക്കപ്പെടുന്നത്. താൻ സന്തോഷമുള്ളവനായി തീർന്നു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും ഉത്തരം ലഭിച്ചു. തുടർന്നും താൻ പ്രാർത്ഥന അങ്ങനെ തുടർന്നു പോവുകയാണ്. 2-ാമത്തെ ആൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് 3-ാമത്തെ ആൾ രക്ഷിക്കപ്പെടുന്നത്. തുടർന്നും താൻ പ്രാർത്ഥിച്ചു. തൻ്റെ താൻ മരണക്കിടക്കയിൽ കിടക്കുന്ന ആ സമയങ്ങളിൽ തൻ്റെ മരണത്തിന് മുന്നോടിയായിട്ടാണ് 4-ാമത്തെ ആൾ രക്ഷിക്കപ്പെടുന്നത്. താൻ ചോദിച്ചിരിക്കുന്ന എത്ര പേരെയാണ്? 5 പേരെയാണ്. താൻ മരിച്ചു. മരിച്ചതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് 5-ാമത്തെ ആൾ രക്ഷിക്കപ്പെടുന്നത്. നമുക്ക് ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം മടുത്തു പോകുന്നവരാണോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നാം മടുത്തു പോകുന്നവരാണോ?
നാം വീണ്ടും ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണോ? പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുന്നവരാണോ? നമ്മളെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തീവ്രതയോടുകൂടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് പൗലോസ് ആ രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് പ്രാർത്ഥനയിൽ ജാഗരിപ്പിൻ എന്നാണ്. പ്രാർത്ഥനയിൽ ജാഗരിപ്പിൻ, ബീയിങ് വാച്ച്ഫുൾ ഇൻ പ്രയർ. അതിനൊരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, അതാണ് പ്രാർത്ഥനയിൽ ജാഗരിപ്പിൻ എന്ന വാക്കുകൊണ്ടുള്ള അർത്ഥം. നമുക്കെല്ലാവർക്കും ഉറങ്ങാൻ വളരെ ഇഷ്ടമുള്ളവരാണല്ലേ. ഉറങ്ങാനായിട്ട് താല്പര്യമില്ലാത്ത ആരുമില്ല. അല്പം ക്ഷീണവും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ ചെവിചായ്ച്ച് കേൾക്കുവാനായിട്ട് മനസ്സുള്ള, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന, ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മോട് കൂടെയുള്ള ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. 121 സങ്കീർത്തനത്തിൽ നമ്മളതാണ് വായിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. എന്നാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഉറങ്ങിപ്പോകുന്നവരാണ്. ഉറങ്ങുന്നതിൽ തന്നെ ഒരു തെറ്റായ കാര്യമല്ല. നമ്മളൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ, മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു താൻ ഗെത്സമന തോട്ടത്തിലുള്ളായിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാരുമായിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാരോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. താൻ പത്രോസിനെയും സെബദി പുത്രന്മാരെയും വിളിച്ച് മുന്നോട്ട് പോയി, ഞാൻ പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുന്നത്. ആ വലിയ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. കർത്താവ് താൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഇവരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഉടനെ കർത്താവ് പത്രോസിനെ വിളിച്ചൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഒരു നാഴിക കഴിയോളം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുവാൻ സാധിക്കുന്നില്ലയോ, കഴിഞ്ഞില്ലയോ എന്നാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്. അതിനോടുകൂടെ ചേർത്ത് തന്നെ കർത്താവ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. നമ്മൾ ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറക്കം വരുന്നു എന്നുള്ളത് അതൊരു വലിയൊരു പരീക്ഷയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാത്താനെ സംബന്ധിച്ച് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. സാത്താൻ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് വല്ല വിധേയനെ മുടക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സാത്താൻ നടത്തും. അതൊരു പരീക്ഷയാണ്. ദൈവ കൃപയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനെക്കുറിച്ച് ചാൾസ് സ്പർജൻ പറഞ്ഞായിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് താൻ പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു വിഷയമുണ്ട്. എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവ പൈതലാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ അയൽവാസികൾ ചിലപ്പോൾ ആരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ആത്യന്തികമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്, അദ്ദേഹം സ്പർജൻ പറഞ്ഞ ഇങ്ങനെയാണ്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. അത് പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം, ഈ ലോകത്തിലുള്ള ജീവിതം നമ്മുടെ വളരെ ചുരുക്കിയ കാലഘട്ടമാണ്. ഇതിനുശേഷം നാം കർത്താവിനോട് കൂടെ ചേരും. എന്നാൽ ഈ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളും നമ്മുടെ അയൽവാസികളും ചാർച്ചക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും നിത്യമായിരിക്കുന്ന ന്യായവിധിയിലേക്ക്, നരകത്തിലേക്ക്, യാതന സ്ഥലത്തേക്ക് അവർ പോകും. സ്വർഗത്തിൽ കരച്ചിലും പല്ലുകടിയും കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും ഇല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നരകത്തിൽ അതല്ല സ്ഥിതി. നരകത്തിൽ അവർക്ക് ആ സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു കുറ്റബോധം അവർക്കുണ്ടാകാം. ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ ഒന്ന് വിശ്വസിക്കാമായിരുന്നു എന്ന് തോന്നാം. പലവിധമായിരിക്കുന്ന ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരാം. എങ്കിലും നമ്മളുടെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്, ഉണർന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകം കാര്യങ്ങൾ നമുക്കുണ്ട്. വടക്കേ ഇന്ത്യയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ മിഷണറിമാരെയും ക്രിസ്തീയ വിശ്വാസികൾക്കും എതിരുള്ളായിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ
ദേശത്തിരുന്നു കൊണ്ട് ഏറ്റവും ഉത്സാഹത്തോടു കൂടെ ചെയ്യുവാനായിട്ട് കഴിയുന്നത് അവർക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം കൂടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കുക. സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രേ വിത്ത് താങ്ക്സ് ഗിവിങ്. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് നന്ദി പറയുക എന്ന് പറയുന്നത്. നമ്മൾ ചോദ്യങ്ങളല്ല, നമ്മൾ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ വളരെ മിടുക്കന്മാരാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയ ഉത്തരത്തെ ഓർത്ത് ഒരു വാക്ക് നന്ദി പറയുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരാണ്, അല്ലെങ്കിൽ മടിയുള്ളവരാണ്. എന്നാൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസോടെ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. ദൈവം അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുന്നതും ദൈവസന്നിധിയിൽ നമ്മൾ സ്തോത്രം അർപ്പിക്കുന്നതും സ്തുതികൾ അവന്റെ തൃപ്പാദത്തിൽ നമ്മൾ അർപ്പിക്കുന്നതും ദൈവം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളത് ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഒട്ടും തന്നെ കൂടുവാനായിട്ട് പോകുന്നില്ല. എങ്കിലും ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ പൊതുവെ നമ്മൾ പറയാറുണ്ട്. ബാബുങ്ങൾ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്. ആക്സ് എന്ന് പറയും, ACTS. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എങ്കിലും വേഗത്തിൽ ഒന്ന് ഓടിച്ച് പറയാം. അഡോറേഷൻ, A എന്ന വാക്ക് അഡോറേഷൻ ആണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ആരാധന, അഡോറേഷൻ. ദൈവം ആരാണ്? ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അവന്റെ വലിപ്പത്തെ ധ്യാനിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുക. അതുമാത്രമല്ല, C ഫോർ കൺഫെഷൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നാം നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവം. 3-ാമത് താങ്ക്സ് ഗിവിങ്, ദൈവത്തോട് നന്ദി പറയുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. 4-ാമത്തേത് സപ്ലിക്കേഷൻ, അപേക്ഷ, നമ്മുടെ യാചനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ ചെവി ചായ്ച്ച് കേൾക്കുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും തീവ്രതയുള്ളതായി, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായി സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് 2-ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3-4 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. 2-ാമത്തെ പോയിന്റായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടാനും സുവിശേഷം വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയേണ്ടതിനും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടാനും സുവിശേഷം വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയേണ്ടതിനും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പൊതുവായ 3 കാര്യങ്ങൾ പറയുകയാണ്. അതായത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ജാഗരിക്കുക, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. 3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പ്രേ പേർപ്പസ്ഫുള്ളി. പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. പൗലോസ് 2 ഉദ്ദേശങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, സുവിശേഷത്തിനായി വാതിൽ തുറക്കുക. അതാണ് പൗലോസിന്റെ 1-ാമത്തെ ഉദ്ദേശം. 2-ാമത്തേത്, സുവിശേഷം സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുവാൻ, അതിനെ വ്യക്തമായി പറയുവാനുള്ള ഒരു കൃപ ലഭിക്കേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. സാധാരണയായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉദ്ദേശം നമ്മുടെ പ്രാർത്ഥനകൾ അധികം വരാറുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊക്കെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ ലോകത്തെ രക്ഷിക്കണമേ, ലോകത്തെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സന്തോഷത്തോടുകൂടി നിലനിർത്തണമേ എന്നൊക്കെയുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും അവസാനിപ്പിച്ച് പോകാറുണ്ട്. കർത്താവ് ചോദിക്കും, എങ്ങനെ അനുഗ്രഹിക്കണം, എങ്ങനെ രക്ഷിക്കണം, എങ്ങനെ സന്തോഷത്തോടെ നിലനിർത്തണം? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉദ്ദേശ ശുദ്ധി അതിനകത്തുണ്ടായിരിക്കണം. പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങളായിരിക്കണം. പൗലോസിന്റെ എല്ലാ പ്രാർത്ഥനകളിലും പ്രത്യേകമായിരുന്ന ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു പ്രധാന കാര്യം നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. പൗലോസ് ഈ പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് മനസ്സിലായോ? അവിടെ വായിക്കുന്നുണ്ട്,
എനിക്ക് ബന്ധന കാരണമായ പൗലോസ് ഈ കൊലോസ്യ ലേഖനം എഴുതുന്നത് താൻ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്നതാണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ഈ കൊലോസ്യ ലേഖനം എഴുതുന്നത്. അവിടെ കിടക്കുമ്പോഴും തൻ്റെ പ്രാർത്ഥന എന്താണ്? വല്ല വിധേനയും ജയിലിൽ നിന്ന് പുറത്തിറക്കി തരണേ കർത്താവേ എന്നല്ല തൻ്റെ പ്രാർത്ഥന. എന്താണ്? സുവിശേഷം പറയുവാൻ വാതിൽ തുറന്ന് കിട്ടണമേ, അത് വ്യക്തമായി പ്രസ്താവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ, അതിനുള്ള പ്രാഗൽഭ്യം എനിക്ക് നൽകണമേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ ഇതേപോലെ ജയിലിൽ പിടിച്ചിടുകയാണെങ്കിൽ, സുവിശേഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, വേറൊന്നിനും കൊണ്ടല്ല, സുവിശേഷം പറഞ്ഞത് കൊണ്ട് നമ്മളെ ജയിലിൽ പിടിച്ചിട്ടാൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവെ ഒന്ന് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കണമേ. സഭയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? സഭയായിട്ട് പ്രാർത്ഥിക്കും. ഇനി പുറത്തിറങ്ങിയെന്ന് വിചാരിക്കുക. പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ ആദ്യം തന്നെ? കർത്താവെ ദൈവം പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചുവല്ലോ. ചിലവരൊക്കെ നമ്മൾ ഉപദേശിക്കും. അതായത് എന്താണ്? ഇനി അത്ര തീവ്രതയോടുകൂടെ അങ്ങ് പ്രവർത്തിക്കണ്ട, ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്ര തീവ്രത വേണ്ട, ഇച്ചിരി തീവ്രത കുറച്ച് ഇനി പ്രവർത്തിച്ചാൽ മതി എന്നും വേണമെങ്കിൽ നമ്മളൊന്ന് ഉപദേശിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്ന വല്ല വിധേനെ സുവിശേഷം പറയുവാനായിട്ട് വാതിൽ തുറന്ന് കിട്ടണമേ. തിരുവട്ടാർ കൃഷ്ണകുട്ടി സാറ് പറയുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അത് കൊന്നുണ്ടായ ഒരു വിശ്വാസമല്ല, അത് ചത്ത് ഉണ്ടായ ഒരു വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ചാകേണ്ടി വന്നാൽ നമ്മളതിന് മടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടി നിത്യമായിരിക്കുന്ന വാസസ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ആ ഒരു ഉദാഹരണം. ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ജയിലിലൊന്നും അല്ല നമ്മളായിരിക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് കർത്താവെ ഒരാളോടെങ്കിലും എനിക്ക് സുവിശേഷം പറയുവാനായിട്ടുള്ള വാതിൽ തുറന്ന് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്, നമ്മൾ പലരുമായിട്ട് സംസാരിക്കുന്നവരാണ്. അവരോടൊക്കെ നമുക്ക് സുവിശേഷം പറയുവാൻ നമുക്ക് വലിയ അവസരങ്ങളുണ്ട്. അത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്നാണ് നമ്മളോട് വായിക്കുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എവിടെയും അത് പ്രസ്താവിക്കുവാൻ എനിക്കൊരു മടിയുമില്ല. ഇന്ന് സാധാരണ സുവിശേഷം പറയുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന 3 കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഭയം. സുവിശേഷം പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ആളുകൾ നമ്മളെ ആക്രമിക്കുവോ, നമ്മളെ അടിക്കുകയോ ഇടിക്കുകയോ എന്നൊക്കെ ഉള്ളായിരിക്കുന്ന ഒരു ചിന്ത, നമ്മൾ കൊടുക്കുന്ന ട്രാക്റ്റ് വലിച്ചെറിയോ എന്നൊക്കെ ഉള്ളായിരിക്കുന്ന ഒരു പേടി നമ്മുടെ ജീവിതത്തിലുണ്ട്. 2, സുവിശേഷം പറയാൻ അറിയില്ല എന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് താഴോട്ട് പറയുന്നുണ്ട്. നാം സുവിശേഷം പറയുവാൻ അത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. 3, ലജ്ജ എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ എന്ത് ചിന്തിക്കും? കഴിഞ്ഞ വർഷം, ഇത്തവണയല്ല, കഴിഞ്ഞ വർഷം നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരുമായിട്ട് ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷന് പോയപ്പോൾ ഞാൻ ഈ സീനിയർ പിള്ളേരുടെ കൂടെയാണ് പോയത്. അപ്പോൾ 2 പേര് വരുന്നു, ട്രാക്റ്റ് മേടിക്കുന്നു. അവർ ട്രാക്റ്റ് മേടിച്ചിട്ട് ഉടനെ ഞാൻ ഇച്ചിരി ബാക്കിലാണ് ഇവരോട് പോകുന്നത്. തിരിഞ്ഞ് നോക്കി, അപ്പോൾ ഈ പിള്ളേർ ഒക്കെ ഉണ്ട്, വലിയ പിള്ളേരാണ്. വലിയ പിള്ളേർ തിരിഞ്ഞു നോക്കിയ ഉടൻ തന്നെ ഈ പിള്ളേരെ ചെറുപ്പത്തിലേ തന്നെ ഇവന്മാർ വഴിതെറ്റിക്കുകയാണെന്ന് പറഞ്ഞ് ഇവന്മാരങ്ങ് പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല വിധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. എന്നാൽ പൗലോസ് പറയുന്ന പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് ഉറക്കെ പ്രസ്താവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പൗലോസ് പറയുന്ന പോലെ വാതിൽ തുറന്നു കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. രണ്ടാമതായിട്ട് പൗലോസ് അവിടെ പറയുന്ന കാര്യം, അതായത് തൻ്റെ പ്രാർത്ഥനയിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, സംസാരിക്കേണ്ടും വേണം സുവിശേഷം വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പൗലോസ് രണ്ടാമതായിട്ട് അവിടെ പറയുന്നത്. സുവിശേഷം പറയുക എന്ന് പറയുന്നത് അത് ചെറിയൊരു പരിപാടിയല്ല. നമ്മൾ
എല്ലാ സാഹചര്യത്തിലും എവിടെ പോയാലും ഒരേപോലെ സുവിശേഷം നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ സാഹചര്യം, അവരുടെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ആ മനസ്സിലുള്ളായിരിക്കുന്ന ചിന്തകളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തുകൊണ്ടേ നമുക്ക് സുവിശേഷം പറയാൻ സാധിക്കുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ, ഒരു ഭവന സന്ദർശനമാണെങ്കിൽ ഒരു ഭവനത്തിൽ ചെന്നിട്ട് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ഓ ശരി, കേൾക്കാലോ എന്ന് പറയുമ്പോൾ തന്നെ അടുത്തൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്താണെന്നറിയോ? ഇന്ന് രാത്രിയിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? അതോടുകൂടെ മിക്കവാറും മരിച്ചു വീഴും അവിടെ. അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ലോകത്തിലുള്ള ജാതികളായിരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ അവർ ജീവിക്കാൻ വേണ്ടി ലോകത്ത് ജീവിക്കുന്നവരാണ്, അവർ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് ഒരാളുടെ കൂടെ പോയി. അപ്പം ഇതേ ചോദ്യം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, വല്ല വിധേന സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവിടെ ചെന്നിട്ട് ഇന്ന് രാത്രി മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ, അല്ല നിങ്ങൾ എവിടെ പോകും എന്ന ചോദ്യം അവിടെ. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു. അതുകൊണ്ട് അവർ ഇച്ചിരി പാവപ്പെട്ടവരായിരുന്നുകൊണ്ട് അധികം അങ്ങനെ പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ചോദ്യത്തിന്. അതുകൊണ്ട് സുവിശേഷം എങ്ങനെ പറയണം എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ സംസാരിക്കേണ്ടും വേണം, നമ്മൾ അതിനുള്ളതായിരിക്കുന്ന കൃപ ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണല്ലോ നമ്മളോട് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത് സുവിശേഷത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. നീഡ് ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. നമ്മളെ എല്ലാവരും, ലോകത്തിൽ ഇന്ന് ജനിച്ചു വീണ എല്ലാ വ്യക്തികളും, നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പാപികളാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ ബോധ്യം വരുത്തണം. അങ്ങനെ പാപികളാണ് എന്ന് ബോധ്യം വരുത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു കാര്യം, ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് പറയണം. പാപത്തെ ദൈവം ഏറ്റവും വെറുക്കുന്നു എന്നും പാപികളെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ ബോധ്യം വരുത്തണം. മൂന്നാമതായിട്ട്, പാപം ഏറ്റവും വെറുക്കുകയും പാപികളെ ദൈവം ന്യായം വിധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിലും പാപികളെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരു രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതായിരിക്കുന്ന സത്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമൊക്കെ അതിന് വളരെ സഹായകരമായിരിക്കുന്ന വാക്യങ്ങളാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ വളരെ വിശദമായിട്ട് പറയാം. തുടർന്ന് നമ്മൾ ഉടനെ കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് ചെയ്തായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ക്രൂശിനെ കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും, കർത്താവ് ക്രൂശിൽ നിവർത്തീകരിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം. അതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. കർത്താവ് താൻ മരിച്ച് അങ്ങ് പോയ ഒരു വ്യക്തിയല്ല, ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മരിച്ചു പോയെങ്കിൽ ആ കർത്താവിന് ഒരിക്കലും മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് കർത്താവിന് അങ്ങനെ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് അങ്ങനെ സാധ്യമായി തീർന്നത്. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യമായി എന്ന് മനസ്സിലായെങ്കിൽ അതിനുശേഷം വേണം റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഇന്ന് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു പുതിയ മനുഷ്യനായി തീരുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സുവിശേഷ അവതരണം എന്ന് പറയുന്നത്. രക്ഷ ഒരിക്കലും പ്രവൃത്തികളല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും അതൊന്നും സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം അല്ലെങ്കിൽ ദൈവ പൈതലായി തീരുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് അത് നിൽക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കൃപയാൽ മാത്രമാണ് രക്ഷ എന്നും രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നും നമ്മൾ ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാധാരണ ചില ആളുകൾ ഒട്ടും തന്നെ രക്ഷിക്കപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവർക്കൊന്ന് സമയം കൊടുക്കുന്നതും നല്ലതാണ്. ചിന്തിക്കുവാനും
അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു വലിയ സാധ്യത നമുക്കതിലൂടെ തെളിഞ്ഞു വരും. അതിനായിട്ട് നമ്മുടെ ദൈവം സഹായിക്കട്ടെ. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശം, സംസാരിക്കേണ്ടും വേണം സുവിശേഷം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ 2, 3, 4 വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറഞ്ഞതിന് ശേഷം പൗലോസ് മൂന്നാമതായിട്ട് 5, 6 വാക്യങ്ങളെ ആസ്പദമാക്കി പൗലോസ് പറയുന്നത് ഇതാണ്: പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവസരങ്ങൾ തരും, അത് നാം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് 5, 6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവസരങ്ങൾ തരും, അത് നാം എങ്ങനെ ഉപയോഗിക്കണം. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും 5, 6 വാക്യങ്ങളിൽ. 1, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. 2, ജ്ഞാനത്തോടെ പെരുമാറുക. 3, കൃപയോടുകൂടെ സംസാരിക്കുക. ഇത് 3ഉം പ്രസന്റ് ആക്റ്റീവ് ഇംപറേറ്റീവ് ടെൻസ് എന്ന ഒരു ടെൻസിലാണ് ഇത് പൗലോസ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അതൊരു കൽപ്പനയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം അനുസരിച്ച് വരേണ്ട, നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കേണ്ട 3 കാര്യങ്ങളാണ് പൗലോസ് ഈ 3 വിഷയത്തോടുള്ള ബന്ധം, 3 കാര്യങ്ങളോട് ബന്ധത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്: കർത്താവെ ക്ഷമിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുക. കർത്താവെ ക്ഷമിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ, ക്ഷമ എനിക്ക് തീരെയില്ല. ഉടൻ തന്നെ കർത്താവ് എന്തായിരിക്കും ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ, ഓ ദൈവമേ മോനെ നിനക്ക് ഇന്നു മുതൽ ക്ഷമ അങ്ങ് ലഭിച്ചിരിക്കുകയാണ്, എല്ലാവരെയും ക്ഷമിക്കാനായിട്ടുള്ളായിരിക്കുന്ന കൃപ നിനക്ക് തന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകമായിരിക്കുന്ന വരമാണോ ദൈവം തരുന്നത്? അല്ല, ക്ഷമിക്കാനായിട്ടുള്ള കുറേ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ദൈവം അങ്ങ് ഇട്ടുതരും. അതിലൂടെ ദൈവം നമ്മളെ വളർത്തിയെടുക്കാൻ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവം 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നമുക്ക് സമയം തരും, ദൈവം നമുക്ക് അവസരങ്ങളെ തരും. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നാം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടുത്തെ പൗലോസിന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. സുവിശേഷം പറയുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നാം തക്കത്തിൽ അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ ഇത് എല്ലാം നമുക്കിത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ നമ്മൾക്ക് ആരോടെല്ലാം സുവിശേഷം പറയാൻ സാധിക്കുമോ അതിനെല്ലാം ജാഗ്രതയോടുകൂടി ഒരുങ്ങിയിരിക്കുവാൻ, ആ കിട്ടുന്ന സമയങ്ങളെല്ലാം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത് ജ്ഞാനത്തോടെ പെരുമാറുക എന്നാണ്. ജ്ഞാനത്തോടെ പെരുമാറുക, ഇതൊരു പ്രധാന വിഷയമാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് ആക്കിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ സുവിശേഷം ഘോരം പ്രസംഗിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. കാരണം നമ്മളെ വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവർ നമ്മളെ വളരെ നന്നായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ തന്നെ അത് ഒരു വലിയ പേരുദോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ജ്ഞാനത്തോടുകൂടെ പെരുമാറുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, പ്രാദേശിക സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അനേക വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അവർ പറഞ്ഞത്, പ്രാദേശിക സഭയിലെ ആളുകളുടെ സ്നേഹമാണ് ഞങ്ങളെ ആകർഷിച്ചത് എന്ന് പറഞ്ഞ പല ആളുകളുണ്ട്. പ്രാദേശിക സഭകളിലെ വിശ്വാസികളുടെ സ്നേഹമാണ് ഞങ്ങളെ ആകർഷിച്ചതെന്ന് അങ്ങനെ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന പല ആളുകളെ എനിക്കും അറിയാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല.
നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ അടുത്ത് ഒരാൾ പറഞ്ഞു, അദ്ദേഹം ബ്രദർ സഭയിലാണ്, അദ്ദേഹം പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ ലോക്കൽ ചർച്ചിലെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു, ഇന്നിപ്പോൾ അത് ഞാൻ ഏതായാലും ദൈവത്തെ അതോർത്ത് നന്ദി പറയാണ്, ഞാൻ വന്നില്ലല്ലോ എന്നോർത്ത്. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിപ്പോയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആദ്യ സ്നേഹം, ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ആ സ്നേഹവും ഐക്യതയും എല്ലാം നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, നമ്മൾ അതിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ സ്നേഹം കണ്ട് അനേകർ കർത്താവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് പൗലോസ് ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, കൃപയോടുകൂടെ സംസാരിക്കണം. കൃപയോടുകൂടെ സംസാരിക്കണം. നമ്മൾ സാധാരണഗതിയിൽ പൊതുവായി അങ്ങ് പറയുന്ന ഒരു കാര്യമാണ് കൃപയോടുകൂടെ സംസാരിക്കണം, കൃപയോടുകൂടെ പ്രവർത്തിക്കണം. പക്ഷേ എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? എന്താണ് ഈ കൃപ? അതിനെക്കുറിച്ചൊരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കൃപയോടുകൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ ഒരു പ്രസന്നത ഉണ്ടായിരിക്കണം, ഒരു പ്ലസന്റ് ഉണ്ടായിരിക്കണം, ഒരു പ്ലസന്റ് മൈൻഡഡ് ആയിരിക്കണം നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മുടെ സംസാരം കേൾവിക്കാർക്കൊരു ആകർഷണീയമായിരിക്കണം. മൂന്നാമതായിട്ട് നാം സംസാരിക്കുമ്പോൾ ജ്ഞാനത്തോടുകൂടെ സംസാരിക്കണം. എല്ലാവരോടും കയറി ഒരുപോലെ നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥമായ കൃപയോട് കൂടിയുള്ള സംസാരം. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രേ റൈറ്റ്, ലിവ് റൈറ്റ്, ടോക്ക് റൈറ്റ്. ശരിയായ പ്രാർത്ഥന, ശരിയായ ജീവിതം, ശരിയായ സംസാരം, ഇത് 3ഉം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമായി തീരും. നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമ്മളോട് സംസാരിച്ചത് കൊണ്ട് വലിയൊരു ആശ്വാസമായി തീർന്നു എന്ന് ബോധ്യപ്പെടണം. പൗലോസ് അതിനെ ഉപമിക്കുന്നത് ഉപ്പിനോടുകൂടെയാണ്. നമ്മുടെ സംസാരം എപ്പോഴും കൃപയോട് കൂടിയതും, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് പൗലോസ് ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ്, ഉപ്പൊട്ടും ഇട്ടിട്ടില്ല, അത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളൂ, എന്താണ്? രുചി ഉണ്ടാവില്ല. അല്ലാതെ നമ്മുടെ ശരീരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ രുചി വരുത്തുവാനായിട്ട് നമ്മൾ അതിനോട് ഉപ്പ് നമ്മൾ ചേർക്കും. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരു പ്രസന്നത, ഒരു ആകർഷണീയമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ, ജ്ഞാനത്തോടുകൂടെ സംസാരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ നടത്തട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം അങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് പൗലോസിൻ്റെ അഭിനിവേശമായിരുന്നു. അതുതന്നെ ആയിരിക്കണം നമ്മുടെയും അഭിനിവേശം, അതുതന്നെ ആയിരിക്കണം നമ്മുടെയും പാഷൻ. നമ്മൾ ആദ്യം ചിന്തിച്ചു, തീവ്രമായി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിനുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ജാഗരിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടാനും സുവിശേഷം വ്യക്തമായി അത് അവതരിപ്പിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം ലഭിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ദൈവം നമുക്ക് നൽകുന്ന ഉത്തരത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ച്, പ്രായോഗിക തലത്തിൽ 3 ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതിൽ ഉത്സാഹമുള്ളവരോ അതോ നാം മടുത്തുപോയോ? നമുക്കൊന്ന് ചിന്തിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്താണ്? അത് എന്തുകൊണ്ടാണ്? നമുക്ക് ചിന്തിക്കാം. പൗലോസ് പറഞ്ഞ പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സുവിശേഷ വേല നമുക്ക് എങ്ങനെ കൂടുതൽ ജാഗ്രതയോടെ ചെയ്യാം?
സഭയായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ലോകത്തിലുള്ള ആളുകൾ അവർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ, അവരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ്. ദൈവം നമ്മൾ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ ഏറ്റവും ഉത്സാഹത്തോടുകൂടെ സുവിശേഷത്തിനായി നമുക്ക് ജീവിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് ഉറ്റിരിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് വളരാം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രാർത്ഥന നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേക സമയത്ത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ എന്നൊന്നും നമുക്കില്ല. ദാനിയേലിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് ദാനിയേൽ ദിവസവും 3 തവണ പ്രാർത്ഥിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും ഒരു വിചിത്രമായ, ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള ഒരു പ്രാർത്ഥന നടന്നൊരു സ്ഥലമുണ്ട്. അത് യോനയുടെ പ്രാർത്ഥനയാണ്. യോനയുടെ പ്രാർത്ഥന എവിടെയായിരുന്നു? തിമിംഗലത്തിൻ്റെ വയറ്റിനുള്ളിൽ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ അവിടെ കിടന്ന് വല്ലവരും പുറത്ത് ചാടാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ യോന അവിടെയും പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളുമായി നമ്മുടെ യാചനകളുമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ ചെവി ചായച്ചിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന ദൈവമാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവെ, ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ഇന്ന് ചിന്തിപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. പൗലോസ് പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഉറ്റിരിക്കുവാൻ, പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ, സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇങ്ങനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഇങ്ങനെ സഹായിക്കണമേ. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഞങ്ങൾക്ക് ഉത്തരങ്ങളെ നൽകുമ്പോൾ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സുവിശേഷമായി ലോകത്തിൻ്റെ അറ്റത്തോളം ചെല്ലുവാൻ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ വണ്ണം ഉറക്കെ പ്രസ്താവിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഈ ചിന്തകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേട്ട് വെറുതെ മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഇങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ കൃപയ്ക്കാരും സ്തുതിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.